അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ എഴുതേണ്ടത് ഇപ്പോഴത്തെ ജനന തീയതി, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, പിതാവിന്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ പേര്, മാതാവിന്റെ പേര്, എപ്പിക് നമ്പർ ഉണ്ടാവുമല്ലോ. എപ്പിക് നമ്പർ ഇതാണോ ID നമ്പർ? അതെ, ആ നമ്പർ അല്ലേ? ആ നമ്പർ. അത് ഇവിടെ പിതാവിന്റെ എപ്പിക് നമ്പർ, ഇവിടെ മാതാവിന്റെ പേര്, മാതാവിന്റെ എപ്പിക് നമ്പർ. പിന്നെ ഇവിടെ ജീവിത പങ്കാളി, ഈ വ്യക്തി കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അവരത്. ഇതാണ് ഇത്രയും ഇവിടെ പൂരിപ്പിക്കേണ്ടത്. പിന്നെ ഇവിടെ ചോദിക്കുന്നത്, ഈ വ്യക്തി 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അവരുടെ ആ വിവരം ഇവിടെ എഴുതുക. അപ്പൊ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ 2002 പിന്നെ ഇവരെ വീട്ടിലെ ആരെങ്കിലും 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അവരിവിടെ എഴുതുക. അത് എഴുതുമ്പോൾ അവിടെ ബന്ധം ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ പേര്, വോട്ടറുടെ പേര്, എപ്പിക് നമ്പർ, ബന്ധുവിന്റെ പേര് എഴുതി കഴിഞ്ഞാൽ ഇവിടെ അവരുമായിട്ടുള്ള ബന്ധം എന്താന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അച്ഛനും അമ്മേന്റെയും ബന്ധാണ്, അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാതാവ് അല്ലെങ്കിൽ പിതാവ് ആരാണെന്ന് വെച്ചാൽ അത് ഇവിടെ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇവിടെ എഴുതുമ്പോ ഇവിടെ എഴുതണ്ട. ഇവരെ വിവരാണ് ഇവിടെ. ഇവര് 2002 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇനിയിപ്പോ അച്ഛനും അമ്മ ഇല്ല, ജ്യേഷ്ഠനും അനിയനൊക്കെ ആണെങ്കിലും എഴുതി കൂടെ. അതിലെഴുതണ്ട. ഇയാളെ വിവരം മാത്രമേ ഇവിടെ എഴുതാവൂ. ബന്ധുവിന്റെ വിവരം ഇവിടെയാണ് എഴുതുക. പിന്നെ അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല.